ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം പഞ്ചമസർഗ. ലങ്കാദർശനം. രാക്ഷസികളെയും രാക്ഷസന്മാരെയും കാണുന്നു. ശബ്ദാലങ്കാര സുന്ദരമാണ് ഈ സർഗം. അന്ത്യപ്രാസം എല്ലാ പദ്യങ്ങളിലും ഉണ്ട്. തതസ്സമദ്യംഗതമംശുമന്ദം ജ്യോത്സ്നാഭിധാനം മഹദുന്ധ്വമന്ദം ദദർശദീമാന്തി വിഭാനുമന്ദം ഗോഷ്ഠേ വൃഷം മത്തമിവ ഭ്രമന്തം ലോകസ്യ പാപാനി വിനാശയന്തം മഹോദരിം ചാഭിസമേതയന്തം ഭൂതാനി സർവാണി വിരാജയന്തം ദദർശ സീതാംശുമദാഭിയാന്തം. പിന്നെ ബുദ്ധിമാനായ ഹനുമാൻ ആകാശമധ്യത്തിൽ എത്തിയവനും നക്ഷത്ര സമൂഹത്തിൻ നടുവിൽ കിരണജാലങ്ങളാൽ നിലാവാകുന്ന മേലാപ്പിനെ വിരിക്കുന്നവനുമായ ചന്ദ്രനെ തൊഴുത്തിൽ ചുറ്റിത്തിരിയുന്ന മതിച്ച കാളയെ പോലെ കണ്ടു. ലോകത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നവനും സമുദ്രത്തെ പോലും വേലിയേറ്റത്താൽ വളർത്തുന്നവനും ചരാചരങ്ങളെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവനുമായ കുളിർമതിയായ ചന്ദ്രനെ അദ്ദേഹം ദർശിച്ചു. പകല് കഠിനമായ സൂര്യതാപം കൊണ്ട് വിവശരായ ജീവജാലങ്ങൾക്ക് അമൃതകരണനായ ചന്ദ്രൻ നവചൈതന്യം നൽകുന്നു. ലോകത്തിൻ്റെ പാപത്തെ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ എന്ന് പറയാൻ അതാണ് കാരണം. യാഭാതിലക്ഷ്മീർഭുവിമന്ദരസ്ഥ തഥാ പ്രദോഷേഷു ജസാഗരസ്ഥ തദൈവ തോയേഷു ജ പുഷ്കരസ്ഥ രരാജസാചാരു നിശാഗരസ്ഥ. ഭൂമിയിൽ ശ്വേതവർണ്ണമായ മന്ദരഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന സന്ധ്യാവേളയിൽ സമുദ്രത്തിൽ കാണപ്പെടുന്ന ജലാശയങ്ങളിൽ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്ന ഐശ്വര്യദേവതയായ ലക്ഷ്മി, അതായത് സൗന്ദര്യ ദേവതയും കൂടിയാണ് ലക്ഷ്മി, ചന്ദ്രനിലും പൂർണ്ണ സൗഭാഗ്യവതിയായിട്ട് പ്രകാശിച്ചു. ഹംസോ യഥാ രാജത പഞ്ചരസ്ഥ സിംഹോ യഥാ മന്ദരകന്ധരസ്ഥ വീരോ യഥാ ഗർഭിത കുഞ്ചരസ്ഥ ചന്ദ്രോ വിഭ്രാജതാംബരസ്ഥ. വെള്ളിക്കൂട്ടിലിരിക്കുന്ന അരയന്നം പോലെ, മന്ദരപർവ്വ ഗുഹയിലുള്ള സിംഹം പോലെ, മതയാനപ്പുറത്തിരിക്കുന്ന വീരനെ പോലെ ആകാശസ്ഥനായി ചന്ദ്രൻ വിളങ്ങി. സ്ഥിതക്കുൾമാനിപതീഷ്ണശൃംഗോ മഹാജലശ്വേത ഹിവോച്ച ശൃംഗ അസ്ഥീവജാംബൂനദ ബദ്ധശൃംഗോ രരാജചന്ദ്ര പരിപൂർണ ശൃംഗ. കൂർത്ത കൊമ്പുകളോടുകൂടിയ കാളയെപ്പോലെയും ഉയർന്ന കൊടുമുടികളോടുകൂടിയ കൈലാസത്തെ പോലെയും സ്വർണം കെട്ടിയ കൊമ്പുകളോടുകൂടിയ ആനയെപ്പോലെയും കലാപൂർണനായ ചന്ദ്രൻ ശോഭിച്ചു. വിനഷ്ടഗീതാംബുതുഷാരഭംഗോ മഹാഗ്രഹഗ്രാഹ വിനഷ്ടഭംഗ പ്രകാശലക്ഷ്മ്യാശയ നിർമ്മലാംഗോ രരാജചന്ദ്രോ ഭഗവാൻ ശശാങ്ക. തിങ്ങി നിറഞ്ഞ മഞ്ഞുതുള്ളികൾ കൊണ്ടുള്ള മങ്ങലില്ലാത്തവനായും സൂര്യനിൽ നിന്ന് ലഭിച്ച കിരണങ്ങളാൽ ഇരുളിനെ നീക്കുന്നവനായും പ്രകാശമാകുന്ന ലക്ഷ്മിക്ക് നിർമ്മലമായ ആശയസ്ഥാനമായും മുയലാകുന്ന ചിഹ്നത്തോടു കൂടിയവനായും ഉള്ള ചന്ദ്രഭഗവാൻ പ്രകാശിച്ചു. ശിലാതലം പ്രാപ്യയഥാ മൃഗേന്ദ്ര മഹാരണം പ്രാപ്യയഥാ ഗജേന്ദ്ര രാജം സമാസാദ്യയഥാ നരേന്ദ്ര തഥാ പ്രകാശോ വിരരാജചന്ദ്ര. ഉയർന്ന പാറപ്പുറത്ത് കയറിയിരിക്കുന്ന സിംഹം പോലെ, യുദ്ധഭൂമിയിലെത്തിയ ഗജേന്ദ്രനെ പോലെ, സ്വന്തം രാജ്യത്തിലെത്തിയ രാജാവിനെ പോലെ കാന്തിമാനായ ചന്ദ്രൻ ശോഭിച്ചു. ഈ 7 പദ്യങ്ങൾ ചന്ദ്രവർണ്ണന. പ്രകാശചന്ദ്രോദയ നഷ്ടദോഷ പ്രവൃദ്ധരക്ഷ പിശിദാശദോഷ രാമാഭിരാമേരിത ചിത്തദോഷ സ്വർഗപ്രകാശോ ഭഗവാൻ പ്രദോഷ. രാത്രിയുടെ ആദ്യ പകുതി, അതായത് പ്രദോഷം, കാന്തിമാനായ ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ ഇരുൾ നീങ്ങിത്തെളിഞ്ഞു. രാക്ഷസന്മാരുടെ മാംസഭക്ഷണമാകുന്ന ദോഷം വർദ്ധിച്ചു. രാത്രിഞ്ചരന്മാരാണല്ലോ രാക്ഷസന്മാർ. അവർ മാംസബുക്കുകളാണ്. രാത്രി മുഴുവൻ മാംസം ഭക്ഷിക്കുന്നതാണ് അവരുടെ ശീലം. അത് ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യുന്നു. കാമിനി കാമുകന്മാരാകട്ടെ പ്രണയകലഹം തീർന്ന് രഞ്ജിപ്പോടുകൂടി രതിക്രീഡകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ആ രാത്രികാലം സ്വർഗീയ സുഖം നൽകുന്ന ഒരു അനുഭവമായി രാക്ഷസന്മാർക്ക് അനുഭവപ്പെട്ടു. തിന്നും കുടിച്ചും രതിക്രീഡയും മുഴുകിയും കഴിയുന്നു എന്ന് സാരം. തന്ത്രീസ്വനാകർണ സുഖ പ്രവൃത്ത സ്വപന്തിനാര്യപതിഭിസ്വവൃത്ത
നക്തഞ്ചരാശ്ചാപിതഥാ പ്രവൃത്ത വിഹർത്തുമദ്യത്ഭുതരൗദ്രവൃത്താഹ. വീണ മുതലായ വാദ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം കർണാനന്ദകരമായിരുന്നു. പതിവ്രതകളായ സ്ത്രീകൾ ഭർത്താക്കന്മാരോടുകൂടി കിടന്നുറങ്ങി. ഭയങ്കര പ്രവൃത്തികളിൽ ഏർപ്പെട്ട രാക്ഷസന്മാരും വിഹരിക്കാൻ പുറപ്പെട്ടു. മത്തപ്രമത്താനി സമാകുലാനി രഥാശഭദ്രാസനസങ്കുലാനി വീരശ്രിയാചാവിസമാകുലാനി ദദർശധീമാൻ സഹവിഖുലാനി. മദ്യപിച്ച് മതിമറന്ന് ജനങ്ങളോട് കൂടിയവയും ആനപ്പന്തി, കുതിരപ്പന്തി, തേർക്കൊട്ടിൽ എന്നിവ നിറഞ്ഞവയും വീരലക്ഷ്മിയോട് കൂടിയവയുമായ രാക്ഷസ ഭവനങ്ങൾ ധീമാനായ ആ വാനരൻ ദർശിച്ചു. പരസ്പരം ജാതികമാം ക്ഷിബന്തി ഭുജാംശവീനാനദി നിക്ഷിബന്തി മത്തപ്രമർത്താനദി വിക്ഷിബന്തി മത്താനി ജാനൂന്യമധിക്ഷിബന്തി. ആ രാക്ഷസന്മാർ പരസ്പരം ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. തടിച്ചു കൊഴുത്ത കൈകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ എറിയുന്നു, അസഭ്യം പറയുന്നു, നിലവിളിക്കുന്നു. മദ്യപിച്ചു മയങ്ങി വീണവർ അന്യോന്യം കെട്ടിപ്പിടിക്കുന്നു. രക്ഷാംസി വക്ഷാംസി ച വിക്ഷിബന്തി ഗാത്രാണി കാന്താസു ച വിക്ഷിബന്തി രൂപാണി ചിത്രാണി ച വിക്ഷിബന്തി ദൃഢാനി ചാപാനി ച വിക്ഷിബന്തി. രാക്ഷസന്മാർ കഞ്ചുകം നീക്കി മാരണം തുറന്നു കാട്ടുന്നു, ഭാര്യമാരെ ആലിംഗനം ചെയ്യുന്നു, വിവിധ വേഷങ്ങൾ സ്വീകരിക്കുന്നു, മുറുക്കിപ്പിടിച്ച വില്ലുകൾ അയഞ്ഞ് വിട്ടുകളയുന്നു. ദദർശകാന്താശ സമാലബന്ധ്യ തഥാ പരാസ്തത്ര പുനഃസ്വബന്ധ്യ ക്രുദ്ധ പരാശ്ചാഭിവിനിശ്വസന്ധ്യ സ്വരൂപവക്ത്രാശ്ച തഥാ ഹസന്ധ്യ. കുറിക്കൂട്ടുകളണിഞ്ഞ സുന്ദരിമാർ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിമാർ, കോപിച്ചിരിക്കുന്നവർ, നെടുവേർപ്പിട്ടുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ പലരെയും ഹനുമാൻ അവിടെ കണ്ടു. രാക്ഷസികളുടെ വിവിധ ഭാവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മഹാഗജേശ്ചാഭിതഥാ നദഭി സുബൂതിദേശാഭിതഥാ സുഹൃദ്ഭി രരാജവീരൈശ്ച വിനിശ്വസദ്ഭി ഹ്രദോ ഭുജംഗൈരിവ നിശ്വസദ്ഭി. ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഗജവീരന്മാരാലും ഉചിതമായ വിധം ആദരിക്കപ്പെട്ട സുഹൃത്തുക്കളാലും നെടുവേർപ്പെടുന്ന വീരന്മാരാലും ചീറുന്ന പാമ്പുകളാൽ കയവെന്ന പോലെ ലങ്കാപുരി വിളങ്ങി. ബുദ്ധിപ്രധാനാൻ രുചിരാഭിധാനാൻ തശ്രദ്ധദാനാൻ ജഗതപ്രധാനാൻ നാനാവിധാനാൻ രുചിരാഭിധാനാൻ ദദർശതസ്യാംബുരിയാതുദാനാൻ. മികച്ച ബുദ്ധിശാലികൾ, മധുരമായി സംസാരിക്കുന്നവർ, ശ്രദ്ധാലുക്കൾ, വിശ്വസ്തന്മാർ, വിവിധ വേഷധാരികൾ, നല്ല നല്ല പേരുകളുള്ളവർ, ഇങ്ങനെ പലരെയും ആ രാക്ഷസ നഗരിയിൽ അദ്ദേഹം കണ്ടു. നനന്ദദുഷ്ടാസജതാൻ സ്വരൂപാൻ നാനാഗുണാനാത്മഗുണാനുരൂപാൻ വിദ്യോതമാനാൻ സ തഥാനുരൂപാൻ ദദർശകാംശ്ച പുനർവിരൂപാൻ. സുന്ദരന്മാരും ഗുണവാന്മാരും ഗുണങ്ങൾക്ക് അനുരൂപമായ വാക്കും പെരുമാറ്റവും ഉള്ളവരുമായ അവരെ കണ്ട് ഹനുമാൻ സന്തോഷിച്ചു. ചില വിരൂപികളായിരുന്നുവെങ്കിലും സുന്ദരരൂപമുണ്ടാകാൻ തക്കവിധം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നതും അദ്ദേഹം കണ്ടു. തഥോപരാർഹാസു വിശുദ്ധഭാവ തേഷാം ത്രിയസ്തത്ര മഹാനുഭാവാഃ പ്രിയേഷു പാനേഷു ച സക്തഭാവ ദദർശതാരാ ഇവ സുപ്രഭാവാഃ. സുന്ദരികളും പരിശുദ്ധ ഹൃദയകളും ചാരിത്രവതികളും മദ്യപിച്ച സമയത്തിലും ഭർത്താവിനെ സ്നേഹിക്കുന്നവരും നക്ഷത്രങ്ങളെപ്പോലെ കാന്തിമതികളുമായ രാക്ഷസപത്നിമാരെ ഹനുമാൻ കണ്ടു. ശ്രിയാജ്വലന്തി സ്രവയോപഗൂഢ നിശീതകാലേ രമണോപഗൂഢ ദദർശ കാശ്ചിത് പ്രമദോപഗൂഢ യഥാ വിഹംഗാ കുസുമോപഗൂഢാഃ. ഐശ്വര്യവതികളും ലജ്ജാവതികളും കാമമോഹിതകളും രാത്രിയിൽ ഭർത്താവിൻ്റെ ആലിംഗനത്തിൽ അമർന്നവരുമായ ചില സ്ത്രീകളെ പൂക്കളിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷികളെ പോലെ അദ്ദേഹം കണ്ടു. അന്യാ പുനർഹർമ്മ്യതലോപവിഷ്ട തത്ര പ്രിയാംഗേഷു സുഖോപവിഷ്ടാഃ ഭർത്തുപ്രിയാ ധർമ്മപരാ നിവിഷ്ട ദദർശ ദീപാൻ മദനാഭിവിഷ്ടാഃ. ഭർത്താക്കന്മാരുടെ മടിയിൽ സുഖമായിരിക്കുന്ന കാമപരവശകളായി ഭർതൃപ്രിയം ചെയ്യുന്ന ധർമാസക്തകളും ചിത്തവൃത്തികളെ അടക്കിയവരുമായ ചില സ്ത്രീകൾ മാളിക മുകളിൽ ഇരിക്കുന്നത് ഹനുമാൻ കണ്ടു. അപ്രാവൃതാകാഞ്ജനരാജിവർണ കാശ്ചിത് പരാദ്യാസ്തവനീയവർണാഃ പുനശ്ച കാചിശ്ച ലക്ഷ്മവർണ കാന്തപ്രഹീണ രുചിരാംഗവർണ തതപ്രിയൻ പ്രാപ്യ മനോഭിരാമാൻ സുപ്രീതിയുക്ത പ്രസമീക്ഷ്യ രാമ.
ഗ്രഹേഷു ഹൃഷ്ടാവരമാഭിരാമ ഹരിപ്രവീര നദദർശരാമാഹ. സ്വർണത്തിൻ്റെയും തങ്കത്തിൻ്റെയും നിറമുള്ളവരും വസ്ത്രാഭരണമില്ലാത്തവരുമായ ചില ഉത്തമ സ്ത്രീകൾ ഭർത്താവിനെ പിരിഞ്ഞ ദുഃഖത്താൽ ചന്ദ്രനെ പോലെ വിളറി വെളുത്ത സുന്ദരിമാരും തേജസ്വിനികളുമായ സ്ത്രീകൾ സ്നേഹനിധികളായ ഭർത്താക്കന്മാരുമായി ചേർന്നതിനാൽ ഏറ്റവും സന്തുഷ്ടകളായ ചില സ്ത്രീകൾ, വീടുകളിൽ സന്തോഷത്തോടെ കഴിയുന്ന കുടുംബിനികളായ സുന്ദരിമാർ, ഇവരെയെല്ലാം ആ വാനരവീരൻ കണ്ടു. ചന്ദ്രപ്രകാശാശ്ച വക്രമാല വക്രാക്ഷിഭസ്മാശ്ച സുനേത്രമാല വിഭൂഷണാനാം ജദദർശമാല സതഹൃദാനാം ഇവ ചാരുമാലാഹ. അവരുടെ ചന്ദ്രനെ പോലെ കാന്തിയുള്ള മുഖങ്ങൾ, വളഞ്ഞ പുരികങ്ങളും കൺപീലികളും ചേർന്ന കണ്ണുകൾ, മിന്നൽപ്പിണരിൻ്റെ കാന്തിയുള്ള ആഭരണങ്ങൾ എന്നിവ ഹനുമാൻ സശ്രദ്ധം വീക്ഷിച്ചു. സീതയെ തേടുന്ന ഹനുമാൻ അവിടെ കണ്ട സൗന്ദര്യവും ഐശ്വര്യവുമുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചത് സ്വാഭാവികം മാത്രം. ജ്ഞത്തേവ സീതാം പരമാഭിജാതാം പതിസ്ഥിതേ രാജകുലേ പ്രജാതാം ലതാം പ്രഫുല്ലാമിവ സാധുജാതാം ദദർശ തന്നിം മനസാഭിജാതാം. ധർമ്മത്തിൽ അടിയുറച്ച രാജവംശത്തിൽ ജനിച്ചവളും അയോനിജയും നന്നായി തഴച്ചു വളർന്ന ലതയെപ്പോലെ കോമളരൂപിണിയുമായ സീതാദേവിയെ മാത്രം ഹനുമാൻ അവിടെ എങ്ങും കണ്ടില്ല. മനസാഭിജാതം, തൻ്റെ സങ്കല്പത്തിനാൽ ഉണ്ടായവൾ. പണ്ട് ബ്രഹ്മപുത്രനായ കുജധ്വജൻ എന്ന പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് ലക്ഷ്മി ദേവി ദിവ്യരൂപമുള്ളതും സൗന്ദര്യവതിയുമായ ഒരു കന്യകയായിട്ട് ജനിച്ചു. അവരുടെ സൗന്ദര്യത്തിനും ഗുണത്തിനും ഉത്തമനായൊരു വരനെ കിട്ടുന്നത് പ്രയാസമാണെന്ന് കരുതി സാക്ഷാൽ ശ്രീമൻ നാരായണന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് നിശ്ചയിച്ചു. തമ്പു എന്ന രാക്ഷസൻ കന്യകയെ തനിക്ക് കിട്ടണമെന്ന് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങാത്ത കാരണം മഹർഷിയെ കൊല്ലുന്നു. പിതാവിൻ്റെ ആഗ്രഹത്തെ നിറവേറ്റുവാൻ പുത്രിയായ വേദവതി ഹിമാലയത്തിൽ തപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിഗ്വിജയത്തിന് പുറപ്പെട്ട രാവണൻ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. രാവണൻ കേശത്തിൽ പിടിച്ചപ്പോൾ കോപിച്ച് വേദവതി രാവണനെ നോക്കി, ഹേ രാക്ഷസാതമ, എൻ്റെ വ്രതത്തെയും മാനത്തെയും നശിപ്പിച്ചതിനാൽ ഞാൻ പ്രാണത്യാഗം ചെയ്യുന്നു. ഞാൻ തന്നെ അടുത്ത ജന്മത്തിൽ ധർമ്മിഷ്ഠനായ രാജാവിൻ്റെ പുത്രിയായി ജനിച്ച് നിന്റെ വാസസ്ഥലത്ത് വന്ന് നിന്റെയും നിന്റെ പുത്രന്മാരെയും ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും വധിക്കുമെന്ന് ശപഥം ചെയ്തു. അഗ്നിപ്രവേശം ചെയ്തു. ഈ ശപഥം നിറവേറ്റുവാൻ വേണ്ടി വന്നവളായതിനാൽ സീതാദേവി മനസാഭിജാതം. സനാതനേ വജ്മനി സന്നിവിഷ്ടാം രാമേക്ഷണാം താം മനോഭിവിഷ്ടാം ഭർത്തുർമനശ്രീമദനുപ്രവിഷ്ടാം ശ്രീഭ്യോ വരാഭ്യശ്ച സദാ വിശിഷ്ടാം ഉഷ്ണാർദിതാം സാനുസൃതാസ്രകണ്ഠീം പുരാവരാർഹോത്തമ നിഷ്കകണ്ഠീം സുജാതപഷ്മാമഭിരക്തകണ്ഠീം വനേ പ്രണൃത്താമിവ നീലകണ്ഠീം അവ്യക്തമേകാമിവ ചന്ദ്രരേഖാം പാംസുപ്രദിഗ്ധാമിവ ഹേമരേഖാം ശതപ്രരൂഢാമിവ ബാണരേഖാം വായുപ്രഭിന്നാമിവ മേഘരേഖാം സീതാം അപശ്യന്മനുജേശ്വരസ്യ രാമസ്യ പത്നീം പദതാംബരസ്യ ബഭൂവ ദുഃഖാഭിഹതശ്ചിരസ്യ പ്ലവംഗമോ മന്ദഹിവാജിരസ്യ. ശാശ്വതമായ ധർമ്മമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളും കോമളനേത്രങ്ങളോട് കൂടിയവളും കാമപരവശയും ഭർത്താവിൻ്റെ സ്നേഹാദ്രമായ ഹൃദയത്തിൽ സദാ വധിക്കുന്നവളും ഉത്തമ സ്ത്രീകളിൽ ഉത്തമയും വിരഹദഗ്ധയും കണ്ണീരാൽ ഇടറിയ കണ്ടത്തോടു കൂടിയവളും ഭർത്തൃസന്നിധിയിൽ ശ്രേഷ്ഠമായ കണ്ടാഭരണം അണിഞ്ഞിരുന്നവളുമാണ് സീതാദേവി. മനോഹരമായ ചിറകും കണ്ടവുമുള്ള നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന മയിൽപ്പട പോലെയും കാന്തിമങ്ങിയ ചന്ദ്രകല പോലെയും പൊടിപുരണ്ട സ്വർണ രേഖ പോലെയും പുണ്ണിൽ തറച്ച ബാണം പോലെയും വിളങ്ങുന്ന രാമപത്നിയായ സീതാദേവിയെ വളരെ നേരം അന്വേഷിച്ചിട്ടും കാണാത്തതുകൊണ്ട് ഹനുമാൻ പെട്ടെന്ന് ശോകാകുലനായി മന്ദനെ പോലെ ആയിത്തീർന്നു. മരുന്നുകൊണ്ട് പുറമേ വ്രണം ഉണങ്ങിയതായി തോന്നാറുണ്ടെങ്കിലും ചിലപ്പോൾ അകത്ത് വേദന വിങ്ങുന്നുണ്ടായിരിക്കും. അതുപോലെയുള്ള മനോവേദനയാണ് സീതാദേവി അനുഭവിക്കുന്നത്. കാറ്റിൽ ചിതറിയ മേഘരേഖയും അമാവാസി കഴിഞ്ഞ് 1-2 ദിവസത്തിനകം ആകാശത്തിൽ കാണുന്ന ചന്ദ്രരേഖയും സീതയുടെ കാർഷ്യവും മനശൈഥില്യവും സൂചിപ്പിക്കുന്നു. രാവണൻ്റെ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കുവാനുള്ള ഈ ധർമ്മബോധം ദേവിക്ക് ഉണ്ടെന്ന് സനാതന പത്മനി സന്നിവിഷ്ടാം എന്ന വിശേഷണം വ്യക്തമാക്കുന്നു. രാമേക്ഷണാം എന്നതിന് മനോഹര നേത്രങ്ങളോട് കൂടിയവൾ എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥവും കൽപ്പിക്കാം. രാമനിൽ സദാ അർപ്പിതമായ ഈക്ഷണങ്ങളോട് കൂടിയവൾ. ഈക്ഷണം പറയുമ്പോൾ കണ്ണുകൾ.
രാമനെ അല്ലാതെ മറ്റാരെയും അവളുടെ ബാഹ്യചക്ഷുസ്സും അന്തർനേത്രവും കാണുന്നില്ല എന്ന ആശയം. വദതാംബരസു മനുജേശ്വരസ്യ എന്ന രാമവിശേഷണത്തിനും പ്രത്യേക അർത്ഥം പറയാം. അതായത് വാഗ്മികളിൽ വെച്ച് ഉത്തമനും മനുജേശ്വരനും എന്നാണ് അതിനർത്ഥം. രാവണന്റെ ഒരു തരത്തിലുള്ള മധുരവചനങ്ങൾക്കും സീതയെ സ്വാധീനിക്കാൻ സാധ്യമല്ല എന്ന് വ്യംഗ്യം. പുരുഷോത്തമനായ ശ്രീരാമനോട് താരതമ്യപ്പെടുത്തുമ്പോൾ രാവണൻ നിഷ്പ്രഭനാണ് എന്ന് ചുരുക്കം. മിതം ച സാരം ച വജോഹി വാഗ്മിത. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ പഞ്ചമസർഗഃ അഞ്ചാം സർഗം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.